ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചുക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കല, കായികം, സംസ്കാരം, സാഹിത്യം എന്നതിൽ നമുക്കറിയാം 5 മാർക്കോളമാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഒയുടെ എക്സാമിനാണെന്ന് തോന്നുന്നു ഏകദേശം ഒരു 10 മാർക്കോളം ആ ഒരു സെക്ഷനിൽ നിന്ന്, അതായത് അത് കേരള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് സംസ്കാരം എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിലാണ് നമ്മുടെ നവോത്ഥാന നായകന്മാരൊക്കെ കയറി വരുന്നത്. അതങ്ങനെ ഉൾപ്പെടെ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനും അതേപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ കുറച്ച് നാളായിട്ട് കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം നമുക്ക് എക്സാമിന് തയ്യാറെടുക്കാനായിട്ട്. നമുക്കറിയാം 21-ന് ലാബ് അസിസ്റ്റന്റ് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 25-ന് നമ്മുടെ ഇത് വരുന്നുണ്ട്, പിയൂണിന്റെ എക്സാം വരുന്നുണ്ട്, ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസുകാരുടെ എക്സാം വരുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് VFA വരാനുണ്ട്, ബെവ്കോ LD ഉണ്ട്, അതേപോലെ യൂണിവേഴ്സിറ്റി LGS എക്സാംസ് ഇങ്ങനെ വരാനായിട്ട് നമുക്ക് ഒത്തിരി കിടപ്പുണ്ട്. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് VFA ഉണ്ട്, ബെവ്കോ LD, യൂണിവേഴ്സിറ്റി LGS ഡിഗ്രിക്കാർക്ക് ഉൾപ്പെടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ഒക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. പിന്നെ അതേപോലെ തന്നെ 2026-27 ആകുമ്പോഴേക്കും നമ്മുടെ LP UPയുടെ എക്സാമും കൂടി വരും. അപ്പം നമുക്ക് കോമൺ ടോപ്പിക്കുകളൊക്കെ ആദ്യം തീർത്തുകൊണ്ട് നമുക്കൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ സിലബസ് പറയുന്നത്. അതായത് കല എന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ പറയുന്ന കേരളത്തിലെ ദൃശ്യശ്രാവ്യ കലകളും ഉത്ഭവം, പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, ആ ടോപ്പിക്കാണ്. കായികമാണെങ്കിലോ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ആൾക്കാരെ പറ്റി പഠിക്കാനുണ്ട്, അവർക്ക് ലഭിച്ച ബഹുമതികൾ, അതേപോലെ ഒളിമ്പിക്സ് പഠിക്കാനുണ്ട്, കളിയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾ, കായിക ഇനങ്ങൾ, ട്രോഫികൾ, അവാർഡുകളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ എന്താണ്, ഒളിമ്പിക്സിൽ തന്നെ നമുക്ക് വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് എല്ലാം വരും. ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, ദേശീയ ഗെയിംസ് ഉണ്ട്. പിന്നെ എന്താണ്, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളുമുണ്ട്. സാഹിത്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യകാല കൃതികളും കർത്താക്കൾ പഠിക്കാനുണ്ട്. പിന്നെ എന്താണ്, എഴുത്തുകാരും തൂലികാനാമങ്ങളും കഥാപാത്രങ്ങൾ, കൃതികൾ, ഇതിൽ നിന്നാണ് ഇപ്പോൾ എപ്പോഴും നമുക്ക് ട്വിസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട്. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത, നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചു വെക്കുന്ന കുറേ കൃതികളുണ്ട്, അതിൽ നിന്നൊക്കെ മാറി അവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രശസ്തമായ വരികളെ, കൃതികൾ, എഴുത്തുകാർ, അതേപോലെ മലയാള പത്രപ്രവർത്തനം, പ്രധാനപ്പെട്ട അവാർഡുകൾ, പിന്നെ എന്താണ് ജ്ഞാനപീഠം, അതേപോലെ മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എന്താണ് നമ്മുടെ സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകളുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ എന്നീ ടോപ്പിക്കുകളൊക്കെ നമുക്ക് വരാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 54/2025 പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2024 എടുക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്തിരിക്കുന്ന ഫുള്ള് കംപ്ലീറ്റ് 2025 അപ്പൊ ഞാനത് മെൻഷൻ ചെയ്യാം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളത്. രാമായണ മാട്ടക്കഥ രചിച്ചത് ആരാണ് രാമായണ മാട്ടക്കഥ? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഈ ആട്ടക്കഥയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ആട്ടക്കഥ എന്ന് പറയുന്നത് എന്താണ്, കഥകളിയുടെ ആദ്യ രൂപമാണ് എന്തെന്ന് പറയുന്നത്, രാമനാട്ടം എന്ന് പറയുന്നത്. രാമനാട്ടം, ഇതാണ് കഥകളിയുടെ ആദ്യ രൂപം. ഈ പറയുന്ന ഇവിടെ ചോദിച്ചിരിക്കുന്നത് രാമായണ മാട്ടക്കഥ. രാമനാട്ടം എന്ന് പറയുന്നത് കഥകളിയുടെ ആദ്യ രൂപമാണ്. ഈ രാമനാട്ടത്തിന്റെ ഇതാരാണ്? അതും കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ, അതേപോലെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് വീരകേരളവർമ്മ. അപ്പൊ ചിലപ്പോൾ ഈ കൊട്ടാരക്കര തമ്പുരാനെന്ന് തരാണ്ട് വീരകേരളവർമ്മ എന്ന് തന്നാൽ കൺഫ്യൂഷൻ ആകരുത്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് ആട്ടക്കഥകളുടെ പേരുണ്ട്. അതാണ് ഫസ്റ്റ് വൺ ആണ് ഉണ്ണായി വാര്യരുടേത്. ഉണ്ണായി വാര്യർ നമുക്കിവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന പേരാണ് അല്ലെ, ഉണ്ണായി വാര്യർ എന്ന് പറയുന്നത്. ഉണ്ണായി വാര്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. നളചരിതം അല്ലെ, കേരളത്തിലെ ശാകുന്തളം എന്നൊക്കെ അറിയപ്പെടുന്ന നളചരിതം ആട്ടക്കഥ. ഇനി എന്താണ്, കല്യാണ സൗഗന്ധികം. അതേപോലെ തന്നെ കോട്ടയത്ത് തമ്പുരാന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് ഒന്ന് കല്യാണ സൗഗന്ധികം, പിന്നെയുള്ളത് ഭഗവതം, പിന്നെയുള്ളത് കിർമീരവധം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, കിർമീരവധം. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കോട്ടയത്ത് തമ്പുരാൻ. പിന്നെയുള്ളത് ആരാണ്? നമ്മുടെ ധർമ്മരാജയുടെ എന്ന് പറയുമ്പോൾ ആരാണ്? കാർത്തിക തിരുനാൾ
അല്ലെ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ ധർമ്മരാജായുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളിൽ ഒന്നാണ് എന്ത് രാജസൂയം. രാജസൂയം. പിന്നെയുള്ളത് സുഭദ്രാപഹരണം. പിന്നെയുള്ളതാണ് നരകാസുരവധം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ്. ഇനിയുള്ള മെയിനായിട്ട് പഠിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഉത്തരാസ്വയംവരം ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥയാണ്. പിന്നെ ഏതാണ് കീചകവധം. ഭഗവതം നമ്മൾ പറഞ്ഞു ആരുടേതാണ്? ഭഗവതവും കിർമീരവധവും കോട്ടയത്ത് തമ്പുരാന്റേതും. ഉത്തരാസ്വയംവരം, കീചകവധം, അതേപോലെ ദക്ഷയാഗം, ഇത് മൂന്നും ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടേതാണ്. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പോയിന്റ് ആണ് ഉണ്ണായി വാര്യറാണ് നളചരിതം എഴുതിയെന്ന് നമ്മൾ പഠിച്ചു. അതിന് ഒരു വ്യാഖ്യാനം കൊടുത്ത വ്യക്തിയാണ് ആര്? AR രാജരാജവർമ്മ. അതായത് ഈ പറയുന്ന നളചരിതം ആട്ടക്കഥയ്ക്ക് ഒരു വ്യാഖ്യാനം കൊടുത്ത വ്യക്തിയാണ് AR രാജരാജവർമ്മ. അതിന്റെ പേരാണ് എന്ത്? കാന്താര താരകം. ഓക്കെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് നമ്മൾ കൃഷ്ണാട്ടം കൂടി പഠിച്ചു. കൃഷ്ണാട്ടത്തിന്റെ ആരാണ്? അത് മാനവേദ മഹാരാജാവാണ്. കൃഷ്ണാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മാനവേദ മഹാരാജാവാണ് കൃഷ്ണാട്ടം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോയിന്റുമായിട്ട്, ഈ ആട്ടക്കഥയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവരെ വെച്ച് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കൊട്ടാരക്കര തമ്പുരാന്റേതാണ്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം എന്ന് പറയുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ. അതേപോലെ ആരാണ്? വീരകേരള വർമ്മ. ഇനി ഉണ്ണായി വാര്യരുടേതാണ് നളചരിതമാട്ടക്കഥ. കല്യാണ സൗഗന്ധികം, ഭഗവതം, കിർമീരവധം എന്നിവ കോട്ടയത്ത് തമ്പുരാന്റേതാണ്. ഇനി ധർമ്മരാജയുടേത് ഏതൊക്കെയാണ്? രാജസൂയമുണ്ട്, സുഭദ്രാപഹരണമുണ്ട്, അതേപോലെ നരകാസുരവധം. ഇരയിമ്മൻ തമ്പിയുടേതാണെങ്കിൽ ഉത്തരാസ്വയംവരവും കീചകവധവും ദക്ഷയാഗവും. നളചരിതമാട്ടക്കഥയ്ക്ക് വ്യാഖ്യാനം നൽകിയ വ്യക്തിയാണ് AR രാജരാജവർമ്മ. അതിന്റെ പേരാണ് എന്ത്? കാന്താര താരകം. കൃഷ്ണാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് മാനവേദ മഹാരാജാവ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. കേരള നടനം ആരാണ്? കേരള നടനം അത് ഗുരു ഗോപിനാഥ് ആണ്. ഗുരു ഗോപിനാഥ് കേരള നടനം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കലാമണ്ഡലം ഗോവിന്ദപിള്ള. ചിലപ്പോൾ ഈ ഒരു പേര് എന്നാൽ നമുക്ക് ഡൗട്ട് വരരുത്. കലാമണ്ഡലം ഗോവിന്ദപിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഗുരു ഗോപിനാഥ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കോ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഈ പറയുന്ന ഗുരു ഗോപിനാഥിന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. നെക്സ്റ്റ് ആണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും അല്ലേ? അത് PT ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്കറിയാം ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നു. ഗോൾഡൻ ഗേൾ, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ ആണ് ആര്? നമ്മുടെ PT ഉഷ. ഈ ഗോൾഡൻ ഗേൾ എന്ന് പറയുന്നത് PT ഉഷയുടെ ആത്മകഥയുടെ പേരും എന്താണ്? ഗോൾഡൻ ഗേൾ എന്നാണ്. അപ്പൊ ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ ആരാണ്? PT ഉഷയാണ്. PT ഉഷയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഗോൾഡൻ ഗേൾ ആണ്. അതേപോലെ അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണമാണ് ഏഷ്യയിലെ സ്പ്രിന്റ് റാണി. എന്താണ്? ഏഷ്യയിലെ സ്പ്രിന്റ് റാണി എന്നറിയപ്പെടുന്നതൊക്കെ ആരാണ്? നമ്മുടെ PT ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫസ്റ്റ് മലയാളി വനിത. മലയാളി വനിതയാണ്. ഏത്? നമ്മുടെ 1980 മോസ്കോ ഒളിമ്പിക്സ് ആണ്. അതേപോലെ ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിൽ എവിടെയാണ്? അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ആര്? നമ്മുടെ PT ഉഷ. ഏത് ഒളിമ്പിക്സ്? 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ. അതേപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ എന്താണ്? അസോസിയേഷന്റെ വനിതാ പ്രസിഡന്റ് ആണ് നമ്മുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് നമ്മുടെ PT ഉഷ. ആദ്യ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഫസ്റ്റ് വനിതാ പ്രസിഡന്റ്. ഇനി എന്താണ് 2022 എന്താണ് പ്രത്യേകത? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി വനിതയാണ് ആര്? നമ്മുടെ PT ഉഷ. 2022 രാജ്യസഭ. അതിലെ ആദ്യ മലയാളി വനിതയും 7ാമത്തെ മലയാളിയുമാണ്. ഓക്കെ,
വനിതകളുടെ കൂട്ടത്തിൽ ആദ്യത്തേതാണ്. 2022, അതായത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രഥമ മലയാളി വനിതയാണ് PT ഉഷ. 7ാമത്തെ മലയാളിയുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീകളുടെ ശബരിമല. ഏതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്? അത് ആറ്റുകാൽ ക്ഷേത്രമാണ്. ആറ്റുകാൽ ക്ഷേത്രം നമ്മുടെ ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയിട്ടുണ്ട്. അങ്ങനെ 2.5 ദശലക്ഷം ആൾക്കാർ ഒരുമിച്ചിരുന്ന് പൊങ്കാലിട്ടതിനൊക്കെ റെക്കോർഡൊക്കെ നേടിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ആരാണത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഗീതാ ഗോവിന്ദം ആരാണ് രചിച്ചത്? ജയദേവൻ. ഇനി അതിന്റെ തർജ്ജിമയുടെ പേരെന്താണ്? ദേവഗീത. അതും പഠിച്ചു വെക്കണം. ദേവഗീത. മലയാളത്തിലേക്ക് ഗീതാ ഗോവിന്ദം മാറിയപ്പോൾ അതിന്റെ പേരെന്തായിട്ട് മാറി? ദേവഗീത. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചോ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജനനം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ്. നമുക്കിവിടെ അടുത്താണ് ഇടപ്പള്ളി. ചങ്ങമ്പുഴ പാർക്ക് ഉണ്ട് നമുക്കിവിടെ അടുത്ത്. നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ സ്റ്റോപ്പും ഒക്കെ ഉണ്ട്. ഇടപ്പള്ളി അവിടെ ഇങ്ങനെ വൈകുന്നേരം കാവ്യ സദസ്സും ഈ ചർച്ചകളും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കൃതിയുണ്ട്. എന്താണ്? രമണൻ. ചങ്ങമ്പുഴയുടെ രമണൻ നമ്മൾ പഠിക്കുന്നതാണ്. അതിലും അതായത് ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന് പറയുന്ന ഒരു കവിയുടെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ള. അദ്ദേഹത്തിന്റെ മരണത്തെ ആസ്പദമാക്കി ആ ഒരു വേദനയിൽ നിന്ന് എഴുതിയ കൃതിയാണെന്നാണ് അറിയപ്പെടുന്നത്. ഇത് രമണൻ, ഇടപ്പള്ളി രാഘവൻ പിള്ള. അപ്പൊ ചിലപ്പോൾ അങ്ങനെയൊക്കെ കയറി ചോദിക്കാം. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? അത് വി സുനിൽകുമാർ ആണ്. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കുന്ന കിദൂർ പക്ഷിഗ്രാമം എവിടെയാണ്? അത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ്. തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത്. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 57/2025. തൃശ്ശൂർ പൂരം ശക്തൻ തമ്പുരാനാണ് ആരംഭിക്കുന്നത്. തൃശ്ശൂർ പൂരം എന്നാണ്? നമ്മുടെ മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. മേടമാസം. അതേപോലെ പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചത് എന്തിനെയാണ്? നമ്മുടെ തൃശ്ശൂർ പൂരത്തെയാണ്. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നതാണ് എന്ത്? തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ പൂരമാണ്. എങ്കിൽ ചോദിക്കട്ടെ, പൂരങ്ങളുടെ മാതാവ് ആരാണ്? പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് അത് ആറാട്ടുപുഴ പൂരമാണ്. ആറാട്ടുപുഴ പൂരമാണ് പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇതിനെയാണ് ദേവമേള എന്നറിയപ്പെടുന്നു. ദേവമേള എന്നറിയപ്പെടുന്നത് ഏതാണ്? ആറാട്ടുപുഴ പൂരമാണ്. പൂരങ്ങളുടെ മാതാവാണ് ആറാട്ടുപുഴ പൂരം. ഓക്കെ, താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണത്? അത് സുഖ്ജിത് സിംഗ് ആണ്. അപ്പൊ ആരൊക്കെയാണ് നേടിയത്? ഗുകേഷ് ഡി ഉണ്ട്, ഹർമൻപ്രീത് സിംഗ് ഉണ്ട്. ഗുകേഷ് ആരാണ്? ചെസ് ചാമ്പ്യൻ ആണ് അല്ലെ, ചെസ് വേൾഡ് ചാമ്പ്യൻ ആണ്. ഹർമൻപ്രീത് സിംഗ് ആരാണ്? നമ്മുടെ ഹോക്കി ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് സിംഗ്. പിന്നെ ആരാണ്? മനു ഭാക്കർ. എന്താണ് മനു ഭാക്കർ? ഷൂട്ടിംഗ് ആണ്. ഒരാളും കൂടി ഉണ്ട്. ആരാണ്? പ്രവീൺ കുമാർ. പാരാ അത്ലറ്റിക് ചാമ്പ്യൻ ആയിട്ടുള്ള പ്രവീൺ കുമാർ. അങ്ങനെ 4 പേർക്കാണ് എന്ത് ലഭിക്കുന്നത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ പഠിച്ചു വെച്ചേക്കുക ആരൊക്കെയാണ്? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, മനു ഭാക്കർ. സുഖ്ജിത് സിംഗ് എന്താണ് ലഭിച്ചത്? അത് 2024 അർജുന അവാർഡാണ്. അർജുന അവാർഡ് നമ്മുടെ 2025 ജനുവരിയിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അർജുന അവാർഡാണ് ആർക്ക് ലഭിക്കുന്നത്? സുഖ്ജിത് സിംഗിന് ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. ഇത്രയുമാണ് നമുക്ക് ടോപ്പിക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്നൊരു കാര്യമാണ് അല്ലെ, വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ആരുടേതാണ്? അത് ചട്ടമ്പി സ്വാമിയുടേതാണ്. നമ്മൾ പഠിക്കുന്നവരെല്ലാവരും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നേരെ നോക്കുക, ശരിയായതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 3 തെറ്റാണെന്ന് മനസ്സിലായി. 3 ഉള്ളതെല്ലാം അങ്ങ് വെട്ടിക്കുക. അപ്പൊ ആൻസർ ഏതാണ്? 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് ആരെ പറ്റിയാണ് ഈ പറയുന്ന മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ പറ്റി. ഈ വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് അവർണർക്കും വേദം പഠിക്കാമെന്ന് പറയുന്ന ഒരു ചട്ടമ്പി സ്വാമിയുടെ കൃതിയായിരുന്നു കേട്ടോ ഈ വേദാധികാര നിരൂപണം. അപ്പൊ നമുക്ക് ചട്ടമ്പി സ്വാമികളെ
ചട്ടമ്പിസ്വാമി അല്ല, ചാവറയച്ചനെ പറ്റി പഠിക്കാം. എന്തൊക്കെയാണ്? 1805 ചാവറയച്ചന്റെ ജനനം എന്ന് പറയുന്നത് ഫെബ്രുവരി 10. എവിടെയാണ്? കൈനഗിരി, ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അതേപോലെ അദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് ദൈവദാസൻ എന്നറിയപ്പെട്ടു, ദൈവദാസൻ. അതേപോലെ സാക്ഷരതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന ചാവറയച്ചനാണ്. ഇദ്ദേഹം കൊണ്ടുവന്നാണ് പിടിയരി സമ്പ്രദായം. പിടിയരി സമ്പ്രദായം ആരുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരാണ്? ചാവറയച്ചനാണ്. അതേപോലെ 1846 അദ്ദേഹം എന്ത് ആരംഭിക്കുന്നുണ്ട്? സംസ്കൃത സ്കൂളുകൾ ആരംഭിക്കുന്നുണ്ട്. എവിടേക്കാണ്? ഒന്ന് മാന്നാനം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ മാന്നാനത്തും. അതേപോലെ തന്നെ കൂനമ്മാവ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലും അദ്ദേഹം സംസ്കൃത സ്കൂളുകൾ ആരംഭിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആണ് പള്ളിക്കൂടം എന്നുള്ളത്. ആരുടെ കൺസെപ്റ്റ് ആണ്? ഈ പറയുന്ന നമ്മുടെ ചാവറയച്ചന്റെ കൺസെപ്റ്റ് ആണ്. അതേപോലെ വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട്. അതും നമ്മുടെ ചാവറയച്ചനാണ്. അതായത് നമ്മുടെ അച്ചടി രംഗത്തുണ്ടായ ഒരു മുന്നേറ്റമാണ് ഈ വാഴത്തട വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്ന വാഴത്തട വിപ്ലവം. അതേപോലെ അദ്ദേഹം ആരംഭിച്ച പ്രസ്സാണ് മാന്നാനത്താണ് അദ്ദേഹം എന്താരംഭിക്കുന്നത്? ഒരു പ്രസ് ആരംഭിക്കുന്നത്. പ്രസ് എന്താണ് അതിന്റെ പേര്? അതിന്റെ പേരാണ് സെന്റ് ജോസഫ് പ്രസ്. ഓക്കെ, 1846 അതും. അവിടെ അച്ചടിച്ച ആദ്യത്തെ ഇതാണ് എന്താ? ജ്ഞാനപീയൂഷം എന്ന് പറയുന്നത് സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഓക്കെ, അതേപോലെ നമ്മുടെ നസ്രാണി ദീപികയൊക്കെ അടിച്ചു വരുന്നത് ഈ സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്നാണ്. അപ്പൊ എന്തൊക്കെയാണ്? 1805 ഫെബ്രുവരി 10 കൈനഗിരി, ആലപ്പുഴ ജില്ലയിൽ ദേവദാസൻ എന്നറിയപ്പെട്ടു, സാക്ഷരതയുടെ പിതാവ്, പിടിയേരി സമ്പ്രദായം, വാഴത്തറ വിപ്ലവം, 1846 സംസ്കൃത സ്കൂളുകൾ തുടങ്ങി, മാന്നാനത്തും കൂനമ്മാവും പള്ളിക്കൂടം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നു. മാന്നാനത്ത് അദ്ദേഹം കൊണ്ടുവന്ന പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. അവിടെ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കീചകപദം, ഉത്തരാസ്വയംവരവും ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടേതാണ്. അതേപോലെ നരകാസുരവധം ആരുടേതാണ്? അത് ധർമ്മരാജയുടേതാണ്. അപ്പൊ ആൻസർ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ സി ആണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. ഹോൾബർഗ് ആരാണ്? ഗായത്രി സ്പിവാക്ക് ആണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് ഒരു സാഹിത്യകാരിയാണ് കേട്ടോ. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് എന്താണ്? നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 53/2025 ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മലയിലാണ്. ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി തെന്മല, കൊല്ലം ജില്ല. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. ഒന്ന് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വേലുത്തമ്പിതളവ, കുണ്ട്രവിളംബരം കൊല്ലം ജില്ലയിലാണ്. ഇതും ശരിയാണ്. ബാക്കി ഒന്നും വായിക്കേണ്ട, ആൻസർ അപ്പോഴേ നമുക്ക് കിട്ടും. ഓപ്ഷനെ 1ഉം 2ഉം ആണെന്നുള്ളത്. കേരളത്തിലെ ആദ്യത്തെ നീരാ പ്ലാന്റ് 2015 കൈപ്പുഴയിൽ ആരംഭിച്ചു എന്നാ പറയുന്നത്. കൈപ്പുഴയിലല്ല ആരംഭിക്കുന്നത്, തേവലക്കര എന്നൊരു സ്ഥലമാണ്. തേവലക്കര. അത് ആരംഭിക്കുന്നത് എന്താണ്? KCPCL എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? കൈപ്പുഴ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി, അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. കൈപ്പുഴ കോക്കനട്ട് പ്രൊഡ്യൂസർ കോർപ്പറേറ്റ് ലിമിറ്റഡ്, അങ്ങനെ എന്തോ സംതിങ് ആണ് KCPL. ആ KCPL അവിടെയാണ് ഈ കൈപ്പുഴ എന്ന വേർഡ് വരുന്നത് കേട്ടോ. അപ്പൊ കൈപ്പുഴയിലല്ല, എവിടെയാണ്? തേവലക്കരയാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ശരിക്കും ഇതൊന്നും അറിയേണ്ട കാര്യമല്ല, നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ കിട്ടും ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം KPCCയുടെ നാടകമായിരുന്നു അല്ലെ. KPCCയുടെ 2ാമത്തെ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളത്. അത് ശരിക്കും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത് ചവറ എന്ന് പറയുന്ന സ്ഥലത്തിലെ തട്ടാശ്ശേരി സുദർശനെ തിയേറ്റർ എന്നൊരു സ്ഥലത്താണ് ഈ പറയുന്ന 1952 ഡിസംബർ 6 ഈ പറയുന്ന നമ്മുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം, ആരുടെ? തോപ്പിൽ ഭാസിയുടെ നാടകം അരങ്ങേറിയത്. എങ്കിൽ ചോദിക്കട്ടെ, നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത് ആരുടേതാണ്? തോപ്പിൽ ഭാസി. എങ്കിൽ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി? അത് ആരുടേതാണ്? നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് സിവിക് ചന്ദ്രന്റെ നാടകമാണ്. സിവിക് ചന്ദ്രൻ. നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി, ആരുടേതാണ്? നിങ്ങൾ എന്നെ
കോൺഗ്രസ് ആക്കി. അത് ആരുടെ നാടകമാണ്? അത് AP അബ്ദുള്ളക്കുട്ടിയാണ്. AP അബ്ദുള്ളക്കുട്ടി. ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആവും, അതാരുടേതാണ്? ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആവും, അതാരുടേതാണ്? അത് P കേശവദേവിൻ്റെതാണ്. P കേശവദേവ്. ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആവും എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയി, അങ്ങനെ ഒരു നാടകമുണ്ട്. അത് ആരുടേതാണ്? അത് TK ഹംസയാണ്. TK ഹംസ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ ബാസി. നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി? സിവിക് ചന്ദ്രൻ. ഞാൻ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ആവും, P കേശവദേവ്. ഞാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയി? TK ഹംസ. നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി AP അബ്ദുള്ളക്കുട്ടി. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, തിരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. ആരെ എന്നെ ഇപ്പൊ ആകും എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. ശരിയാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. അതും ശരിയാണ്. ഒളിമ്പിക്സ് ഫുട്ബോളിൽ അംഗമായ ആദ്യ മലയാളി കായിക താരമാണ് തോമസ് മത്തായി വർഗീസ്. ശരിയാണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. ഇവിടെ ഓപ്ഷൻ C എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് വ്യത്യാസമല്ല, എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. JC ഡാനിയൽ ആരാണ്? JC ഡാനിയൽ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയുടെ പിതാവാണ്. ആര്? JC ഡാനിയൽ എന്ന് പറയുന്നത്. ഈ JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ഫസ്റ്റ് ലഭിച്ചത് TE വേലായുധനാണ്. TE വേലായുധൻ. ഓക്കെ, അതേപോലെ തന്നെ 2005 ഈ പറയുന്ന ആറന്മുള പൊന്നമ്മയ്ക്ക് എന്ത് ലഭിക്കുന്നത്? JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. 2023 ആർക്കായിരുന്നു? 2023 പുരസ്കാരം 2024 കൊടുക്കുന്നത്. അത് ആർക്കാണ്? അത് ഷാജി N കരുണിനാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. കാരണം അദ്ദേഹം എന്തായിട്ടുണ്ട്? ഷാജി N കരുണ് 2024 അദ്ദേഹം 2025 ഏപ്രിൽ 28 2025 ഏപ്രിൽ 28 അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് എന്ത്? പിറവി. ഇതിന് നാഷണൽ ഫിലിം അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ളതാണ്. പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറും രണ്ടും അദ്ദേഹം തന്നെയായിരുന്നു. രണ്ടും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ 2009 അദ്ദേഹത്തിന് നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചതാണ് നമ്മുടെ കുട്ടീസ് റാങ്ക് ഇദ്ദേഹത്തിൻ്റെതാണ്. പിന്നെയുള്ളത് നമ്മുടെ വാനപ്രസ്ഥത്തിന് നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഷാജി N കരുണിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നോക്കി പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അദ്ദേഹം മരിച്ചതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താണ്? നമുക്ക് ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരമാണ് തോമസ് മത്തായി വർഗീസ്. ഇദ്ദേഹമാണ് എന്തെന്നറിയപ്പെടുന്നത്? തിരുവല്ലപ്പപ്പൻ എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പക്ഷെ അത് തോമസ് മത്തായി വർഗീസിന് വരെ വേറെന്ത് ഓപ്ഷൻ തന്നതുകൊണ്ട് തന്നെ അത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയിരുന്നു. പക്ഷെ ഒന്ന് പഠിച്ചു വെക്കുക. തോമസ് അതായത് തെന്മാടം മാത്യു വർഗീസ്, അതാണ് അയാളുടെ ശരിക്കുള്ള പേര്. അങ്ങനെ തെന്മാടം മാത്യു വർഗീസ് തിരുവല്ലപ്പപ്പൻ എന്നറിയപ്പെട്ടു. 1948 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? പങ്കെടുക്കുന്നത്. അപ്പൊ തിരുവല്ലപ്പപ്പൻ എന്നറിയപ്പെടുന്ന ആരാണ്? തെന്മാടൻ മാത്യു വർഗീസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയാൻ. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. ആരാണ്? അത് 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇതാരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ഇദ്ദേഹമാണ് എന്തെന്നറിയപ്പെടുന്നത്? റാവു സാഹിബ്. അതേപോലെ ദാസർജി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന അയ്യത്താൻ ഗോപാലനാണ്. ഇദ്ദേഹമാണ് കുടുംബം മുറിച്ച് ബഹിഷ്കരിച്ച ഒരു നവോത്ഥാന നായകനാണ്. ആര്? അയ്യത്താൻ അവരുടെ ജാതിയുടെ ചിഹ്നമായ കുടുംബം മുറിച്ച് അതിന് പ്രതിഷേധം അറിയിച്ച നവോത്ഥാന നായകനാണ്. 1898 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കോഴിക്കോട് ബ്രഹ്മസമാജം ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ സ്ഥാപിക്കുന്നത്. അതേപോലെ തന്നെ സുഗുണവർദ്ധിനി എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളിൽ മാനവികതയുടെ മൂല്യങ്ങൾ ബോധ്യപ്പെടുത്താനായി ആരംഭിച്ചൊരു സംഘടനയാണ് സുഗുണവർദ്ധിനി. അത് ചോദിക്കാറുണ്ട്. അയ്യത്താൻ ഗോപാലൻ ആരംഭിച്ച കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച സംഘടനയാണ് സുഗുണവർദ്ധിനി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ICC ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന.
2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ശരിയാണ്, കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീമാണ് ഓസ്ട്രേലിയ. 3 തവണയല്ല ഓസ്ട്രേലിയ കിരീടം നേടിയിരിക്കുന്നത്. ഓസ്ട്രേലിയ 2 തവണയാണ്. 2006-ലും 2009-ലുമാണ് ഓസ്ട്രേലിയ ICC ചാമ്പ്യൻ ട്രോഫി കിരീടം നേടിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതും തെറ്റാണ്. അതായത് സൗത്ത് ആഫ്രിക്ക കിരീടം നേടിയത് 1998-ൽ സൗത്ത് ആഫ്രിക്ക കിരീടം നേടിയിട്ടുണ്ട്. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000-ആണ്. ന്യൂസിലാൻഡ് 2000-ലാണ്. അത് ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയെന്ന് പറയുന്നത്? നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ ബി 2, 3 ശരി. കണ്ട, ഇവിടെ 1, 4ലേക്ക് നമ്മൾ ടെൻഡൻസി പോകും. അപ്പൊ എന്താണ്? ഓപ്ഷൻ ബി 2, 3 തെറ്റായ പ്രസ്താവന. അതേപോലെ കിരീടം നേടിയ മറ്റു രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ശ്രീലങ്കയുണ്ട്. ശ്രീലങ്ക എന്നാണ്? 2002-ലാണ് ശ്രീലങ്ക കിരീടം നേടുന്നത്. പിന്നെയുള്ളത് വെസ്റ്റ് ഇൻഡീസ്. വെസ്റ്റ് ഇൻഡീസ് എന്നാണ്? 2004-ലാണ്. പിന്നെയുള്ളത് പാകിസ്ഥാൻ ഉണ്ട്. പാകിസ്ഥാൻ ICC വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി നേടുന്ന എന്നാണ്? 2007-ലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ബന്ധപ്പെട്ട്? ICC ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2002, 2013, 2025 അങ്ങനെ 3 വർഷങ്ങളിലാണ് ഇന്ത്യ ജേതാക്കളായത്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം. ICC ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ജേതാക്കളായ വർഷം താഴെ തന്നിരിക്കുന്നതിൽ പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. 2, 13, 25 ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏത്? നോക്കാം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ശരിയാണ്. അവരുടെ ജന്മദേശം നമീബിയാണ്. നമീബിയല്ല, അവരുടെ ജന്മദേശം സിംബാബ്വേയാണ്. സിംബാബ്വെ. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജിയാണ്. ഇതും ശരിയാണ്. മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി. ബാഡ്മിന്റൺ താരമല്ല, ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നത് ഒരു നീന്തൽ താരമാണ്. നീന്തൽ താരമാണ് ക്രിസ്റ്റി കവൻട്രി. അപ്പൊ ഇവിടെ എന്താണ്? പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി? ഓപ്ഷൻ എ 1, 3 ശരിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കൃഷ്ണനാട്ടത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അഷ്ടപതി ആട്ടത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം. ഇവിടെ എന്താണിത്? ശരിയാണ്. കോഴിക്കോട്ടെ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതും ശരിയാണ്. മാനവേദൻ രാജാവാണ് കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചത്. പഠിച്ചു വെച്ചു. ശരിയാണ്. ജയദേവന്റെ ഗീതാഗോവിന്ദം എന്ന കൃതിയുടെ മാതൃകയിലാണ് കൃഷ്ണഗീതി രചിച്ചത്. ഓക്കെ, അപ്പൊ ഇതും ഇവിടെ ശരിയാണ്. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന രീതിയിലേക്ക് മലയാളത്തിലേക്ക് മാറ്റിയതാരാണ്? അത് ചങ്ങമ്പുഴയാണ്. ഇവിടെ ജയദേവന്റെ ഗീതാഗോവിന്ദം എന്ന കൃതിയുടെ മാതൃകയിൽ ആര് രചിച്ചു? മാനവേദൻ രാജാവ് രചിച്ചതാണ് കൃഷ്ണഗീതി എന്നുള്ളത്. തിരിഞ്ഞു പോകരുത്. അപ്പൊ ഇവിടെ എന്താണ്? എല്ലാ പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് രാജ്യക്കാരനാണ്? അർജന്റീനയാണ്. അർജന്റീന. പുരുഷ താരമാരായിരുന്നു 2024 ഫിഫ ദി ബെസ്റ്റ് 2024 നമുക്ക് പഠിക്കാനുണ്ട്. ആരാണ് പുരുഷ താരം? അത് വിനീഷ്യസ് ജൂനിയർ ആണ്. വിനീഷ്യസ് ജൂനിയർ പുരുഷ താരം. എങ്കിൽ വനിതാ താരമാരാണ്? വനിതാ താരമാരായിരുന്നു അത് ഐറ്റാന ബോൺമാട്ടിയാണ്. ഐറ്റാന ബോൺമാട്ടി. ഓക്കെ, അതേപോലെ തന്നെ പരിശീലകനുണ്ട്. അത് കാർലോസ് ആൻസലോട്ടി ആണ്. വനിതാ കോച്ച് എമ്മ ഹെയ്സ് ആണ്. പുരുഷ ഗോൾ കീപ്പർ ആണ് എമിലിയാനോ മാർട്ടിനസ്. വനിതാ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് അലീസ നൈഹർ ആണ്. അലീസ നൈഹർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെയും കൃതികളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് കറക്റ്റ് ആയിരിക്കുന്നത് നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് നോക്കേണ്ടത് അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് കേശവന്റെ വിലാപങ്ങളിലെ ആരാണ്? കഥാപാത്രമാണ് അപ്പുക്കുട്ടൻ. കേശവന്റെ വിലാപങ്ങൾ ആരുടേതാണ്? അത് എം മുകുന്ദന്റേതാണ്. കേശവന്റെ വിലാപങ്ങൾ. നെക്സ്റ്റ് നാരായണൻ. നാരായണൻ ആരുടേതാണ്? പ്രവാചകന്റെ വഴി. പ്രവാചകന്റെ വഴി നാരായണൻ. അത് ആരുടേതാണ്? OV വിജയൻ. OV വിജയന്റെ പ്രസിദ്ധമായ നോവലാണ് പ്രവാചകന്റെ വഴി. നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ അയാളുടെ ഡൽഹി ജീവിതവും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നോവലാണത്. ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി ഏതാണ്? അസുരവിത്ത്. അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി MT വാസുദേവൻ നായരുടേതാണ്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ ആരുടേതാണ്? സുന്ദരികളും സുന്ദരന്മാരും. ആരുടെ കൃതിയാണ്? ഉറൂബ്. ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലെയാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. അതേപോലെ ഖദീജയൊക്കെ.
ഓക്കെ, അപ്പൊ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. എ 2, ബി എന്ന് പറയുന്നത് 1, സി എന്ന് പറയുന്നത് 4, ഡി എന്ന് പറയുന്നത് 3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം 1995 എം ടിക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അദ്ദേഹത്തിന് മരിച്ച ദിവസം എന്നാണ്? അദ്ദേഹത്തിന്റെ മരണം 2024 ഡിസംബർ 25 അദ്ദേഹം മരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിക്കേണ്ടതാണ് അദ്ദേഹത്തെ പറ്റി. ക്വസ്റ്റ്യൻസ് കയറി വരാം. ജ്ഞാനപീഠം ലഭിച്ച മറ്റു മലയാളികൾ ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ജി ശങ്കരക്കുറുപ്പ്. ഏത് വർഷം? 1965. നെക്സ്റ്റ് എസ് കെ പൊറ്റക്കാട്. ഏതാണ്? 1980. പിന്നീട് വരുന്നത് തകഴി. തകഴി ഏതാണ്? 1984. പിന്നീട് വരുന്നത് എം ടി വാസുദേവൻ നായർ 1995. നെക്സ്റ്റ് ഒ എൻ വി എന്നാണ്? 2007. ലാസ്റ്റ് വൺ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് വർഷമാണ്? 2019. ഇത്രയും പേർക്കാണ് മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹം മരിച്ചത് 2024 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിലാണ്. ആര് മരിക്കുന്നത്? എം ടി വാസുദേവൻ നായർ അന്തരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അത് പുന്നമടക്കായലാണ്. ഓപ്ഷൻ ബി പുന്നമടക്കായലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എവിടെയാണ്? അത് പമ്പയിലാണ്. പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അത് എവിടെയാണ്? പമ്പ നദിയിലാണ്. പിന്നെ എവിടെയാണ്? കന്നേറ്റിക്കായലിൽ എന്താണ്? ശ്രീനാരായണ ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ട്രോഫി വള്ളംകളി അതെവിടെയാണ്? കന്നേറ്റിക്കായൽ. അടുത്തത് മദർ തെരേസ വള്ളംകളി എവിടെയാണ്? മദർ തെരേസ വള്ളംകളി നമ്മുടെ എവിടെയാണ്? അച്ഛൻ കോവിലാറിലാണ്. അച്ഛൻ കോവിലാർ. അഷ്ടമുടിക്കായൽ ഏതാണ്? അഷ്ടമുടിക്കായല് പ്രസിഡൻസി ട്രോഫി വള്ളംകളി. പ്രസിഡൻസി ട്രോഫി വള്ളംകളി എവിടെയാണ്? അഷ്ടമുടിക്കായലാണ്. വേമ്പനാട്ട് കായൽ നമ്മുടെ ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി ഇവിടെ നടക്കുന്നത് വേമ്പനാട്ട് കായൽ, കൊച്ചി വേമ്പനാട്ട് കായലിലാണ്. അപ്പൊ ഏതൊക്കെയാണ്? ആറന്മുള ഉത്രട്ടാതി, പമ്പ, ശ്രീനാരായണ ട്രോഫി, കന്നേറ്റിക്കായൽ, മദർ തെരേസ, അച്ഛൻ കോവിലാർ, പ്രസിഡൻസി ട്രോഫി അഷ്ടമുടിക്കായൽ, ഇന്ദിരാഗാന്ധി എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത്? ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? അത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? 1853 ആര് ജനിക്കുന്നത്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് 1853. 1853 ഓഗസ്റ്റ് 25 ഇദ്ദേഹത്തിന്റെ ജനനം. അതേപോലെ തന്നെ എവിടെയാണ്? കൊല്ലൂർ, തിരുവനന്തപുരമാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് എന്ത്? കുഞ്ഞൻ പിള്ള. ബാല്യകാല നാമം ചോദിച്ചാൽ കുഞ്ഞൻ പിള്ളയാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞൻ പിള്ള എന്ന ബാല്യകാല നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാര്? ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? അയ്യപ്പൻ എന്നുള്ളതായിരുന്നു യഥാർത്ഥ നാമം. അതേപോലെ തന്നെ 1924 മെയ് 5 1924 മെയ് 5 ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന എന്തൊക്കെയായിരുന്നു? ഷൺമുഖദാസൻ എന്നും അതേപോലെ സർവ്വവിദ്യാധി രാജ എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം അറിയപ്പെടുന്ന കുറെ പേരുകളുണ്ട്. സർവ്വവിദ്യാധി രാജ, ഷൺമുഖദാസൻ. അതേപോലെ ഷൺമുഖദാസൻ അദ്ദേഹത്തെ വിളിച്ചത് നമ്മുടെ തൈക്കാട് അയ്യാണേ. അതേപോലെ കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കുറച്ച് കൃതികളുണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രാചീന മലയാളം ഇമ്പോർട്ടന്റ് ആണ്. ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയാണ്. പ്രാചീന മലയാളം. പിന്നെയുള്ളത് ആദിഭാഷ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ വേദാധികാര നിരൂപണം, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ള വേദാധികാര നിരൂപണം എന്താണ്? അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് എന്ത്? വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ക്രിസ്തുമത നിരൂപണമുണ്ട്. ഇതൊക്കെ ആരുടേതാണ്? പ്രധാനപ്പെട്ടതായിട്ട് ഇങ്ങനെ കുറച്ച് കൃതികളുണ്ട്. പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, പിന്നെ വേദാധികാര നിരൂപണം, ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. നെക്സ്റ്റ് വരുന്ന വ്യക്തിയാണ് നമുക്ക് പഠിക്കാനുള്ളത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഓക്കെ, എന്നാണ് അയ്യങ്കാളി ജനിച്ചത്? അത്
1863 1863 ഓഗസ്റ്റ് 28 ആര് ജനിക്കുന്നത്? നമ്മുടെ അയ്യങ്കാളി ജനിക്കുന്നത്. എവിടെയാണ്? വെങ്ങാനൂർ. വെങ്ങാനൂർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് 1863 ഓഗസ്റ്റ് 28 ആര് ജനിക്കുന്നത്? നമ്മുടെ അയ്യങ്കാളി ജനിക്കുന്നത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത്. നമുക്കറിയാം തിരുവിതാംകൂറിൽ കർഷക സമരം നയിച്ചു. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? വില്ലുവണ്ടി സമരം ഏതാണ് വർഷം? 1893 വില്ലുവണ്ടി സമരം. കല്ലുമാല സമരം എന്നാണ്? 1915. അതേപോലെ അദ്ദേഹം കൊണ്ടുവന്ന സംഘടനയാണ് എന്ത്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം എന്നാണ്? 1907 SNDPയുടെ മാതൃകയിൽ അദ്ദേഹം കൊണ്ടുവന്നതാണ് സാധുജന പരിപാലന സംഘം. അതിന്റെ മുഖപത്രം ഏതായിരുന്നു? മുഖപത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയാണ് അതിന്റെ മുഖപത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ എന്താണ് അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് 1937. ഗാന്ധിജിയുടെ കേരള സന്ദർശനം 5 തവണയാണ് ഗാന്ധിജി കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ അവസാനം വന്നപ്പോഴാണ് ആരൊക്കെ തമ്മിൽ കണ്ടുമുട്ടുന്നത്? അയ്യങ്കാളി അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിക്കുന്നത് 1937. ഓക്കെ, അതേപോലെ അയ്യങ്കാളുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആരാണ്? അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ്. അതേപോലെ വില്ലുവണ്ടി യാത്ര ഞാൻ പറഞ്ഞു എന്നാണ്? 1893. അത് എവിടം മുതൽ എവിടം വരെയായിരുന്നു? വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? വെങ്ങാനൂരാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണത്? വൈക്കമാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതാണ് EV രാമസ്വാമി നായ്ക്കർ. അത് കറണ്ട് അഫെയർ ആയിട്ടാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് സ്റ്റാലിലൊക്കെ തമിഴ്നാട് മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമി, MG റാനഡെ, മഹാദേവ് ഗോവിന്ദ റാനഡെ. വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം MG റാനഡെ. ബാക്കിയെല്ലാം നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകന്മാരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആരാണ്? നമുക്കറിയാം KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്നത്. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. നേതാവിനെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിൽ ജനിച്ചതാണ് വ്യക്തി. ഓക്കെ, 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിട്ട് മാറി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എന്റെ ജീവിതകഥ എന്ന ഒരൊറ്റ പേര് മതിയല്ലേ നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ. ആരാണത്? AK ഗോപാലനാണ്. എന്താണ്? സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് AK ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവനാണ് AKG അല്ലെ. അതേപോലെ തന്നെ അദ്ദേഹമാണ് എന്ത് ആരംഭിക്കുന്നത്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആര്? AKG ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? AK ഗോപാലൻ എന്ന് പറയുന്നത്. അദ്ദേഹം 1927 കോൺഗ്രസിൽ അംഗമാകുകയും 1939 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ AKG സെന്റർ എവിടെയാണ്? AKG സെന്റർ ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. എങ്കിൽ AKG ഭവൻ എവിടെയാണ്? AKG ഭവൻ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. തിരിഞ്ഞു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ മത്സര വിജയി ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണത്? കാരിച്ചാൽ ചുണ്ടനായിരുന്നു 70ാമത് വള്ളംകളിയുടെ വിജയി. ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമി അഖിലത്തിരട്ട്, വൈകുണ്ഠസ്വാമി ദർശനമാല, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. വേണ്ടത് എന്താണ്? ശരിയായ ജോഡി. അപ്പൊ നമുക്കറിയാം ഒരെണ്ണേ ശരിയുള്ളൂ. ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. പ്രാചീന മലയാളം ആരുടേതായിരുന്നു? പ്രാചീന മലയാളം നമ്മൾ നേരത്തെ കുറച്ചു മുമ്പും കൂടി പറഞ്ഞാണ് അല്ലെ. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടേതാണ്. അഖിലത്തിരുട്ടമ്മാനി ആരുടേതാണ്? അത് വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമി. ദർശനമാല ആരുടേതാണ്? ദർശനമാല അത് ശ്രീനാരായണ ഗുരുദേവന്റേതാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ തന്നിരിക്കുന്നത്. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഏത്? ഇന്ത്യ. അതിലെ വിന്നേഴ്സ് ആരായിരുന്നു? ഇന്ത്യൻ വിമൻ ടീം ആയിരുന്നു നേപ്പാളിനെ തോപ്പിച്ച് കിരീടം നേടിയത്. VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകമാണ് എന്ത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്.
വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റി താഴെ പറയുന്നവയിൽ പ്രസ്താവനകൾ ശരിയേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കിക്കേ, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. എന്താണ്? 1906 പ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിക്കുന്നുണ്ട്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതൊരു ഓപ്ഷൻ, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. കാര്യം ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോഴായിരിക്കുമല്ലോ ഇവരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക കൂടുതലും. അങ്ങനെയാണെങ്കിൽ തന്നെ നോക്കിക്കേ, ഗാന്ധിജിയുടെ അവസാന സന്ദർശനം എന്ന് പറയുന്നത് 1937 അതായത് ഗാന്ധിജി 1919-20 വന്നിട്ടുണ്ട്, 25, 27, 34, 37 ഇങ്ങനെ 5 തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് തെറ്റാകാനാണ് കൂടുതൽ ചാൻസ്. നേരെ ഓപ്ഷനിലേക്ക് നോക്കിക്കേ, ഇവിടെ 4, ഇവിടെ എന്താ താഴെ പറയുന്നതിൽ ശരി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? 4 ഉള്ളതെല്ലാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ആൻസർ. ഓപ്ഷൻ എ 1, 2, 3 എന്തായിരിക്കണം? ശരിയായിരിക്കണം അല്ലെ? ഇനി ഇവിടെ നോക്കിക്കേ, പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1885 ഇദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹമാണ് എന്ത്? കുഞ്ഞിക്കണ്ണൻ എന്ന ബാല്യകാല നാമം. അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിക്കണ്ണൻ ബാല്യകാല നാമമാണ് കുഞ്ഞിക്കണ്ണൻ. അതേപോലെ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? VK ഗുരുക്കൾ. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? 14 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിക്കുന്നുണ്ട്. അതേപോലെ പ്രീതി ഭോജനം ആരാണ്? പ്രീതി വിവാഹം നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ വാഗ്ബടാനന്ദൻ. അപ്പൊ എന്തൊക്കെയാണ്? പ്രീതി ഭോജനം അതേപോലെ പ്രീതി വിവാഹം, ഇത് രണ്ടും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് രണ്ടും വാഗ്ബടാനന്ദരുമായി ബന്ധപ്പെട്ടതാണ്. ശിവയോഗി വിലാസം മാത്രമല്ല അദ്ദേഹം ആരംഭിച്ചത്, പിന്നെ ഒന്നുണ്ട്, ആത്മവിദ്യാകാഹളം. ഇതാണ് സാധാരണ എപ്പോഴും ചോദിക്കുന്നത്. ആത്മവിദ്യാകാഹളം മാസികാരുടേതാണ്, വാഗ്ബടാനന്ദ ഗുരുദേവന്റേതാണ്. വാഗ്ബടാനന്ദ ഗുരു ട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി. കേരള മീഡിയ അക്കാദമി എവിടെയാണ്? അത് കാക്കനാടാണ് മീഡിയ അക്കാദമി. 1 തെറ്റാണ്, വെട്ടിക്കൂ. ആൻസർ ഏതാണ്? 2, 3. ഓപ്ഷൻ 2, 3 മാത്രമാണ് ശരി വരുന്നത്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, ഫോക്ലോർ അക്കാദമി കണ്ണൂർ, ലളിതകലാ അക്കാദമി എവിടെയാണ്? കാക്കനാട് ആണ്. ലളിതകലാ അക്കാദമി എവിടെയാണ്? തൃശ്ശൂരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങൾ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്താൻ. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ്. ശരിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് സച്ചിൻ. സോ ഇവിടെ ആൻസർ വരേണ്ടത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഈ പോയിന്റ് 4 പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇതെല്ലാം. അപ്പൊ എന്ത് ചെയ്യുക? ഇത് 4 പഠിച്ചു വെച്ചില്ല. അപ്പൊ അങ്ങനെയാണ് ചോദിക്കാം, കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായി ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സച്ചിനാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? സച്ചിനാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആരാണെന്ന് ചോദിക്കാം. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡി. കേരള നടനം ആരാണ്? ഗുരു ഗോപിനാഥ്. അത് നേരെ നോക്കുക. 1, 2 ആൻസർ. ഇത് ഒറ്റ എണ്ണയുള്ളൂ, ബാക്കി എല്ലാം അങ്ങ് വെട്ടിക്കും. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. യക്ഷഗാനം ആരുടേതാണ്? പാർത്ഥി സുബ്ബ. ചവിട്ട് നാടകം ആരാണ്? ചിന്നത്തമ്പിപ്പിള്ള. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാറാണ്. ലോക നഗരദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്.
സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയത്. തെറ്റാണ് വേണ്ടത്. വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം, പിന്നാരാണ് നമ്മുടെ VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ, സമത്വ സമാജം. സമത്വ സമാജം ആരുടേതാണ്? 1836 ആര് തുടങ്ങിയതാണ്? വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം. അപ്പൊ എന്താണ് തെറ്റ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജമാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളി ചോദിച്ചാൽ അത് സി ബാലകൃഷ്ണനാണ്. 1961 മുതലാണ് എന്ത് നൽകി തുടങ്ങുന്നത്? അർജുന അവാർഡ് നൽകി തുടങ്ങുന്നത്. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്കാണ് അവാർഡ് നൽകുന്നത്. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത. ഫസ്റ്റ് മലയാളി വനിത ചോദിക്കാറുണ്ട്. ആരാണത്? KC ഏലമ്മ. KC ഏലമ്മയാണ്. ഇനി ചോദിക്കുന്നത് ഫസ്റ്റ് മലയാളി അത്ലറ്റ് ചോദിക്കാറുണ്ട്. അത്ലറ്റ് ആരാണത്? അത് TC യോഹന്നാനാണ്. ഇനി ചോദിക്കുന്നത് ഈ പറയുന്ന അർജുന അവാർഡ് നേടിയ ഏക ഫുട്ബോൾ താരമാണ് ആര്? നമ്മുടെ IM വിജയൻ. മലയാളിയാണ്. ആരാണ്? IM വിജയനാണ്. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? നേരത്തെ പറഞ്ഞതാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. വെങ്ങാനൂരാണെന്ന് പറഞ്ഞിരുന്നു. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകനാര്? 1896 മാർച്ച് 26 ആരാണത്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിനെ പറ്റി ഇപ്പൊ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ആയി വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തെ പറ്റി നോക്കാം. 1896 മാർച്ച് 26 ജനനം. അതേപോലെ എന്താണ് യോഗക്ഷേമ സഭ എന്ന സംഘടന ആരംഭിക്കുന്ന ആരാണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ യോഗക്ഷേമ സഭ. ഓക്കെ. അതേപോലെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. ചോദിക്കുന്നതാണ് കണ്ണീരും കിനാവും ആരുടേതാണ്? ഈ പറയുന്ന VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അതേപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം നമ്മൾ പറഞ്ഞു VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അതേപോലെ മറക്കുടയിലെ മഹാനഗരം, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചതാരാണ്? അത് MR ഭട്ടതിരിപ്പാടാണ്. തിരിഞ്ഞു പോകരുതേ. അതായത് ഇമ്പോർട്ടന്റ് അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ പറയുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയിലെ മഹാനരകം, അതേപോലെ ഋതുമതി, ഈ 3 നാടകങ്ങളാണ് എന്തെന്ന് പറയുന്നത്? നാടകത്രയം എന്നറിയപ്പെടുന്നത്. അതായത് നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങളെ വെളിപ്പെടുത്തി കൊണ്ടുവന്നതാണ് ഈ 3 നാടകങ്ങൾ. അതിൽ ഒന്നാമത്തത് നമ്മുടെ ഈ പറയുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് ആരുടേതാണ്? അത് VT ഭട്ടതിരിപ്പാട്. ഇനി മറക്കുടയിലെ മഹാനരകം അത് ആരുടേതാണ്? അത് MR ഭട്ടതിരിപ്പാടാണ്. MR ഭട്ടതിരിപ്പാട്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഋതുമതി എന്ന് പറയുന്ന നാടകം. ഋതുമതി അത് ആരുടേതാണ്? അത് MP ഭട്ടതിരിപ്പാട്. തിരിഞ്ഞു പോകരുത് കേട്ടോ. VT ഭട്ടതിരിപ്പാട്, MR MP. MR എന്താണ്? മറക്കുടയിലെ മഹാനരകം. ഋതുമതി MP ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. ഈ 3 നാടകങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത്? നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്നറിയപ്പെടുന്ന 3 നാടകങ്ങളാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് വിധവാ വിവാഹം നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. ബ്രാഹ്മണ സമൂഹത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈ പറയുന്ന VT ഭട്ടതിരിപ്പാടാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആരെയാണ്? ഈ പറയുന്ന താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരൊക്കെയാണ്? അത് ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 നമ്മൾ പറഞ്ഞു. ഡോക്ടർ പൽപ്പു ആണെങ്കിൽ അതും 1863 നവംബർ 2 ആര് ജനിക്കുന്നത്? നമ്മുടെ ഡോക്ടർ പൽപ്പു ജനിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയത്? മലബാറിലാണെങ്കിൽ ആരാണത്? AV കുട്ടിമാളു അമ്മയാണ്. ഓക്കെ. AV കുട്ടിമാളു അമ്മ. ഈ AV കുട്ടിമാളു അമ്മയാണ് എന്തെന്നറിയപ്പെടുന്നത്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ എന്നറിയപ്പെടുന്നത് AV കുട്ടിമാളു അമ്മയാണ്. ഓപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. അതേപോലെ തന്നെ AV കുട്ടിമാളു അമ്മ എന്താണ്? നമ്മുടെ 1939 ഹരിപുര സമ്മേളനം, INC-യുടെ ഹരിപുര സമ്മേളനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കെടുത്ത നായികയാണ് കേട്ടോ.
പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതാണ്? കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാന്റേതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ആര്? പറയുന്ന കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ. പഠിക്കാനുണ്ട് അദ്ദേഹത്തെ പറ്റി. എന്താണ്? ഇരവിപേരൂരാണ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. ഇരവിപേരൂരാണ്. കുമാരഗുരുദേവൻ പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന പൊയ്കയിൽ യോഹന്നാനാണ്. അതേപോലെ അദ്ദേഹം കൊണ്ടുവന്നൊരു ആശയമാണ് ദ്രാവിഡ ദളിതൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെ? ഈ പറയുന്ന പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ. അതേപോലെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട അടിലഹളയാണ് എന്ത്? വാകത്താന ലഹള, കൊഴുക്കും ചെറുലഹള, പിന്നെന്തായിരുന്നു? മംഗലം ലഹള. അതൊക്കെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതും ആരാണ്? ഈ പറയുന്ന പൊയ്കയിൽ യോഹന്നാൻ അഥവാ പൊയ്കയിൽ അപ്പച്ചനാണ്. ഓക്കെ അല്ലേ? അതേപോലെ അദ്ദേഹത്തിന്റെ എന്താണ്? കവിതാ സമാഹാരം പഠിക്കണം. അതിന്റെ പേരാണ് രത്നമണികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം. അതേപോലെ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് എവിടെ നിന്ന് എവിടം വരെ? മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആ ഒരു യുദ്ധവിരുദ്ധ ജാഥ നയിക്കുന്നത്. അപ്പൊ 2025 സകല ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഈ പറയുന്ന കലാകായികം സംസ്കാരം എന്ന ടോപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു കമന്റ് ഇടാനായിട്ട് നിങ്ങളൊന്ന്. കാര്യം അങ്ങനെ നിങ്ങൾ കമന്റ് ഇടുമ്പോഴേ എനിക്കിത് ഈ കൂടുതൽ പേരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലാസ്സുകൾ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ ഒന്ന് ഗ്രൂപ്പും ഉണ്ട്, ഒന്ന് ചാനലും ഉണ്ട്. ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ അവിടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്